നാഷണൽ ഇറ്റ്സ് ബൗണ്ടറീസ് എന്ന് പറഞ്ഞിട്ടുള്ള തേർഡ് മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഹോമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. നമുക്ക് ഓതറിനെ പറ്റി നോക്കാം. വേഴ്സൺ ഷെയർ ആണ് ഹോമിൻ്റെ ഓതർ. വേഴ്സൺ ഷെയർ വാസ് ബോൺ ഇൻ 1988 to Somali parents in Kenya. As she has spent most her life in London, she is considered a British Somali poet. She is also an editor and teacher. She defined poetry as a healing agent for trauma of exile and suffering. She has been writing about the refugee experience for years. She was named the first young poet laureate for London in 2014. She has received many awards. 1988 വേഴ്സൺ ഷെയർ ജനിച്ചത്. പാരൻസ് സൊമാലിയക്കാരാണെങ്കിലും വേഴ്സൺ ഷെയർ ജനിക്കുന്നത് കെനിയയിലായിരുന്നു. പിന്നെ അവരുടെ ജീവിതകാലത്തിൽ ഒട്ടുമിക്ക ഭാഗവും ലണ്ടനിലാണ് ചിലവഴിച്ചിട്ടുണ്ടായിരുന്നത്. ബ്രിട്ടീഷ് സൊമാലി കവിയായിട്ടായിരുന്നു വേഴ്സൺ ഷെയർ അറിയപ്പെട്ടിരുന്നത്. പിന്നെ മാത്രമല്ല അവരൊരു എഡിറ്ററാണ്, പിന്നെ അധ്യാപികയും കൂടെ ആയിരുന്നു. ഈ നാടുകടത്തലിൻ്റെയും പിന്നെ അവരുടെ ദുരിതങ്ങളുടെയൊക്കെ വേദന മാറ്റുന്ന ഒരു മറുമരുന്നെന്ന് പറയില്ലേ, അങ്ങനെ ഒന്നായിട്ടായിരുന്നു അവർ കവിതേനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ഈ റെഫ്യൂജീസിൻ്റെ അഭയാർത്ഥികളുടെ അനുഭവങ്ങളെ പറ്റിയിട്ടൊക്കെ അവർ ഒരുപാട് ഇപ്പോൾ വർഷങ്ങളോളം എഴുതിയിട്ടുണ്ട്. അങ്ങനെ അവരുടെ എന്താ പറയുക ഫസ്റ്റ് പോയിറ്റ് ലൗറിയേറ്റ് ഫോർ ലണ്ടൻ ആയിട്ട് 2014 അവർ അറിയപ്പെട്ടിട്ടുണ്ട്. പിന്നെ പല പുരസ്കാരങ്ങളും അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഓതറിനെ പറ്റി നോക്കുകയാണെങ്കിൽ പറയാനായിട്ടുള്ളത്. ഇപ്പോൾ ഞാനിവിടെ ഈ സ്ക്രീനിൽ കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൻ്റെ സമ്മറിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിൽ നമ്മുടെ ഈ ഒരു പോയത്തിൻ്റെ സമ്മറിയാണ് ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കും കൂടെ വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പോയം വായിക്കുമ്പോൾ മനസ്സിലാവും ഇതതിൻ്റെ സമ്മറിയാണ് കേട്ടോ. പിന്നെ ഈ ഒരു പോയറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോയറ്റിൻ്റെ ചെറുപ്പകാലത്ത് ഒരുപാട് യുദ്ധങ്ങളും പിന്നെ യുദ്ധത്തിൻ്റെ ആ ഒരു സമയത്ത് മറ്റുള്ളവർ കുടിയേറി താമസിക്കുന്നതും അങ്ങനെയൊക്കെ കണ്ട് വളർന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ പറ്റിയിട്ടൊക്കെയാണ് ഈ ഒരു പോയത്തിൽ എഴുതിയിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഹോം. നോ വൺ ലീവ്സ് ഹോം അൺലെസ് ഹോം ഈസ് ദി മൗത്ത് ഓഫ് എ ഷാർക്ക്. You only run for the border when you see the whole city running as well. Your neighbors running faster than you breathe bloody in their throats. The boy you went to school with who kissed you dizzy behind the old tin factory is holding a gun bigger than his body. You only leave home when home won't let you stay. അപ്പോൾ ഈ ഒരു വരികളിൽ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം വീട് ഒരു സ്രാവിൻ്റെ വായയിലായിട്ട് മാറിയില്ലെങ്കിൽ ആരും തന്നെ ആ വീട് വിട്ട് പോവില്ല. അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും നമുക്ക് അത്രയും സഹിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ നമ്മുടെ സ്വന്തം വീട് അവിടെ ഉപേക്ഷിച്ചിട്ട് പോവുള്ളൂ. ഇപ്പോൾ ഒരു യുദ്ധം കാര്യങ്ങളൊക്കെ വരുമ്പോഴാണല്ലോ നമ്മൾ കുടിയേറി താമസിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വീട് ഉപേക്ഷിച്ച് പോകുന്നത്. അങ്ങനത്തെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ നഗരം മുഴുവൻ ഇങ്ങനെ അതിർത്തിയിലേക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ അയൽക്കാർ നിങ്ങളെക്കാളും ഒരു സ്പീഡിലാണ് അവർ ഓടുന്നത്. എന്ന് വെച്ചാൽ അവർ നല്ലപോലെ കിതയ്ക്കുന്നുണ്ട്. അതിർത്തിയിലേക്ക് ഓടുന്ന ആൾക്കാർ മറ്റുള്ളവരൊന്നും ശ്രദ്ധിച്ചിട്ടല്ല ഓടുന്നത്. അവരവരുടെ കാര്യം നോക്കിയിട്ട് അവർക്ക് രക്ഷപ്പെടണം എന്നുള്ള ഒരു ഇതിൽ അവർ മറ്റുള്ളവരൊന്നും നോക്കാണ്ട് നമ്മളെക്കാളും സ്പീഡിലാണ് നമ്മുടെ അയൽക്കാർ ഓടുന്നത്. പണ്ട് പഴയ ടിൻ ഫാക്ടറിയുടെ പുറകിൽ വെച്ചിട്ട് നിങ്ങളെ ചുംബിച്ച് നിങ്ങളുടെ ആ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ, ഇപ്പോൾ അവനേക്കാളും വലിയൊരു തോക്കും പിടിച്ചിട്ടാണ് അവിടെ നിൽക്കുന്നത്. സ്വന്തം വീട് നിങ്ങളെ താമസിക്കാനായിട്ട് അനുവദിക്കണില്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ മാത്രമാണ് നിങ്ങൾ വീട് വിടുന്നത് എന്നാണ് ഈ ഒരു ലൈനിൽ പറയുന്നത്. നോ വൺ ലിവ്സ് ഹോം അൺലെസ് ഹോം ചേസസ് യു, ഫയർ അണ്ടർ ഫീറ്റ്, ഹോട്ട് ബ്ലഡ് ഇൻ യുവർ ബെല്ലി. ഇറ്റ്സ് നോട്ട് സംതിങ് യു എവർ തോട്ട് ഓഫ് ഡൂയിങ് until the blade burned threads into your neck. And even then you carried the anthem under your breath, only tearing up your passport in an airport toilets, sobbing as each mouthful of paper made it clear that you wouldn't be going back. അപ്പോൾ ഈ ഒരു വരികളിൽ എന്താ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മരിക്കും എന്നുള്ളൊരു കണ്ടീഷൻ വരുമ്പോൾ മാത്രമാണ് നമ്മൾ വീട് വിട്ട് ഓടാനായിട്ട് ചിന്തിക്കുള്ളൂ. അതുവരെ ഇപ്പോൾ നമ്മുടെ കാലിൻ്റെ അടിയിലൊക്കെ തീയും അതുപോലെ നമ്മുടെ വയറ്റിൻ്റെ ഉള്ളിൽ ഭയങ്കര ചുടുരക്തവും പിന്നെ നമ്മുടെ കഴുത്തിൽ കത്തി വെച്ച് നമ്മളെ ഭീഷണിപ്പെടുത്തുന്നതിനും മുന്നേ വരെ നമ്മൾ വീട് വിടാം എന്നൊന്നും ചിന്തിക്കില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്നിട്ടും നിങ്ങളുടെ രാഷ്ട്രീയ ഗാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ ആന്തം, അത് നിങ്ങൾ കൂടെ കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. എയർപോർട്ടിൽ ആ ഒരു ടോയ്ലറ്റിൽ വരെ നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്പോർട്ട് കീറി എറിയേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ കരയായിരുന്നു. കാരണം നിങ്ങൾക്കറിയാം നിങ്ങളുടെ രാജ്യത്തേക്ക് ഇനിയൊരു തിരിച്ചുപോക്കില്ല എന്ന്.
അപ്പോൾ എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ രാജ്യത്ത് നിന്ന് നമ്മൾ വേറൊരു രാജ്യത്തിലേക്ക് എന്താ പറയുക കുടിയേറി പോവാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ രാജ്യക്കാർക്ക് ചിലപ്പോൾ നമ്മൾ ആ ഒരു കൺട്രിയിലുള്ളവരല്ലല്ലോ. അപ്പോൾ അവർക്ക് നമ്മളടുത്ത് എന്താ പറയുക അത്ര അവരുടെ രാജ്യത്തുള്ളവരുടെ അടുത്തുള്ള ഒരു അതുപോലത്തെ പെരുമാറ്റം ആവില്ലല്ലോ നമ്മുടെ അടുത്തുണ്ടാവുക. നമ്മുടെ രാജ്യം ഏതാണെന്ന് അവരെ അറിയിക്കാണ്ടിരിക്കാനായിട്ട് നമുക്ക് നമ്മുടെ പാസ്പോർട്ട് വരെ എയർപോർട്ടിലത്തെ ടോയ്ലറ്റിലൊക്കെ കീറിക്കളയേണ്ട അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം നമുക്കിനി ഒരിക്കലും നമ്മുടെ രാജ്യത്തേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല എന്നൊക്കെ നമുക്ക് അറിയാമെന്നാണ് ഈ ഒരു വരിയിൽ പറയുന്നത്. You have to understand that no one puts their children in a boat unless the water is safer than the land. No one burns their palms under trains when it carriages. No one spends days and nights in the stomach of a truck feeding on newspaper unless the miles traveled means something more than journey. No one crawls under fences. No one wants to be beaten pitied. ആരും തന്നെ തൻ്റെ മക്കളെ ഒരു ബോട്ടിൽ കയറ്റിയിട്ട് വെള്ളത്തിലേക്ക് വിടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവരത് ചെയ്യണത് എന്തുകൊണ്ടാണ്? വെള്ളം ഭൂമിയിനേക്കാളും സുരക്ഷിതമാണെന്ന് അറിയുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ തോന്നുന്നത് കൊണ്ടാണ്. പിന്നെന്താ, തീവണ്ടിയിലെ കമ്പാർട്ട്മെൻറ്റിൻ്റെ അടിയിൽ കിടന്നിട്ട് ആരും തന്നെ അവരുടെ കൈ പൊള്ളിക്കാനൊന്നും ആ ഒരു യാത്രയുടെ ഇടയിലൊന്നും ശ്രമിക്കില്ല. പിന്നെ നമ്മൾ പിന്നിട്ട ദൂരം വെറുതെ ഒരു യാത്രയിലാണ് അവസാനിക്കുന്നതെങ്കിലും ആരും തന്നെ ഒന്നും കഴിക്കാണ്ട്, ഇങ്ങനെ രാത്രിയും പകലൊന്നും കഴിക്കാണ്ട് വെറുതെ ഒരു ട്രക്കിൽ യാത്ര ചെയ്യില്ല. പിന്നെന്താ പറയുന്നത്, വേലിയുടെ അടിയിൽക്കൂടെ ഇങ്ങനെ നുഴഞ്ഞ് കയറാനും പിന്നെ പിടിക്കപ്പെടാനും അടി വാങ്ങിക്കാനൊന്നും ആർക്കും ആഗ്രഹം ഉണ്ടാവില്ല എന്നൊക്കെയാണ് ഈ ഒരു വരിയിൽ കൂടെ പറയുന്നത്. അവരെ മക്കളെയൊന്നും ഇങ്ങനെ എന്താ പറയുക വെള്ളത്തിലൂടെ ഇങ്ങനെ ബോട്ടിലൊന്നും കയറ്റി വിടില്ല അല്ലേ. പക്ഷെ അവരങ്ങനെ ചെയ്യേണ്ട അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? ആ ഒരു ലാൻഡിൽ നിൽക്കണേക്കാളും സേഫാണ് അവരെ മക്കൾ ഈ വെള്ളത്തിൽ എന്നുള്ളത്. അതുപോലെ ഈ ട്രെയിനിൻ്റെ കാര്യം പറഞ്ഞു. ട്രെയിനിൻ്റെ അടിയിൽ കൂടെ പൊത്തിപ്പിടിച്ച് ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുക, അങ്ങനെ അവരുടെ കൈ പൊള്ളിക്കേണ്ട എന്താ പറയുക കൈ പൊള്ളിക്കേണ്ട കാര്യമൊന്നും ഒരാൾക്കും ഇല്ല. പക്ഷെ അത് അവർക്ക് ചെയ്യേണ്ട വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരെ കൊന്നുകളയും. പിന്നെ ട്രക്കിൻ്റെ കാര്യം, ഇപ്പോൾ ഫുഡ് നമ്മളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വന്നാലും നമ്മൾ ഫുഡ് കഴിക്കും. പക്ഷെ അവർക്ക് അത്രയ്ക്കും പട്ടിണി കിടക്കേണ്ട വരെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്യാമ്പിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഒരു റെഫ്യൂജീസ് അനുഭവിച്ച കുറേ കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. No one chooses refugee camps or strip searches where your body is left aching, or prison, because prison is safer than a city of fire, and one prison guard in the night is better than a truckload of men who look like your father. No one could take it. No one's good stomach it. No one's skin would be tough enough. അപ്പോൾ ഈ വരിയിൽ പറയുന്നത് എന്താ, ആരും തന്നെ ഈ റെഫ്യൂജീസ് അല്ലെങ്കിൽ റെഫ്യൂജീസിൻ്റെ ക്യാമ്പിൽ സ്വന്തം ഇഷ്ടപ്രകാരം തിരഞ്ഞെടുക്കാനായിട്ട് പറ്റില്ല. നമ്മുടെ ഇഷ്ടത്തിന് പോയിട്ട് നമുക്ക് അവിടെ ചെന്ന് നിൽക്കാനൊന്നും പറ്റില്ല. അതുപോലെ നമ്മുടെ ഡ്രസ്സൊക്കെ അഴിച്ച് പരിശോധിക്കപ്പെടാനും ആർക്കും ഇഷ്ടമുണ്ടാവില്ല. പിന്നെ നമ്മളെ ഫിസിക്കലായിട്ടും പിന്നെ കുറേ വേദനകളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നുണ്ടാവും. അതൊന്നും ആർക്കും ആഗ്രഹം ഉണ്ടാവില്ല. പിന്നെ ആരും തന്നെ ജയിലിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊന്നുമല്ല. റെഫ്യൂജീനെ സംബന്ധിച്ചിടത്തോളം കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നഗരത്തിനേക്കാളും സുരക്ഷിതം ഒരു ജയിലാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു റെഫ്യൂജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു രാജ്യത്തു നിന്ന് വരുന്ന ഒരാളായിരിക്കും. അപ്പോൾ നമ്മളെ ഒരിക്കലും ആ ഒരു രാജ്യത്തെ ആളായിട്ട് അങ്ങനെ പരിഗണിക്കില്ലല്ലോ. ഒരു റെഫ്യൂജീനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും പറഞ്ഞാൽ ഒരു നഗരത്തിൽ ജീവിക്കുന്നതിനേക്കാളും അയാൾ സേഫ് ജയിലിലാണ് എന്നാണ് എപ്പോഴും ഒരു റെഫ്യൂജിക്ക് തോന്നുക. കാരണം നമുക്ക് ഒരിക്കലും ഒരു റെഫ്യൂജി ക്യാമ്പ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് തിരഞ്ഞെടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മളെ പരിശോധിക്കും ഭയങ്കരമായിട്ട്, റെഫ്യൂജീസിനെ ഭയങ്കരമായിട്ട് പരിശോധിക്കും. അതുപോലെ നമ്മൾക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും നമുക്ക് ഒട്ടും നമ്മൾ ആഗ്രഹിച്ചിട്ടല്ല നമുക്ക് ഓരോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. നമുക്ക് എന്താ നമ്മുടെ വീട് വിട്ട് പോരേണ്ട ഒരു കണ്ടീഷൻ വന്നതുകൊണ്ടാണ്. അപ്പോൾ മറ്റുള്ളൊരു രാജ്യത്ത് നമ്മളിങ്ങനെ ഒരു റെഫ്യൂജി ആയിട്ട് ജീവിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ഒരു ജയിലിൽ ജീവിക്കുന്നതാണ് ശരിക്കും ഒരു സേഫ് ആയിട്ട് എന്നാണ് റെഫ്യൂജീനെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. ഒരു ട്രക്ക് നിറച്ച് നമ്മൾ അച്ഛൻ്റെ ആ ഒരു ഏജിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നുന്ന ഒരു ജയിൽ ഗാർഡിനെയാണെന്ന്. ആർക്കും അത്തരം ദുരന്തങ്ങളൊന്നും സഹിക്കാനാവില്ല. ആരുടെയും തൊലിക്ക് അത്രയും കട്ടിയില്ല എന്നാണ് പറയുന്നത്. They go home blacks, refugees, dirty immigrants, asylum seekers, sucking our country dry, niggers with their hands out. They smell strange savage, messed up with their country, and now they want to mess ours up.
How do the words the dirty looks roll off your backs? Maybe because the blow is softer than a limp torn off. അപ്പോൾ ഈ വരികളിൽ എന്താ പറയുന്നത്? ഈ റെഫ്യൂജീസിനെ കാണുമ്പോൾ അവർക്ക് എത്തിപ്പെട്ട നാട്ടിലെ ജനങ്ങൾക്കൊന്നും അവരോട് ഇങ്ങനെ താല്പര്യം ഉണ്ടാവില്ലല്ലോ. മറ്റുള്ളൊരു രാജ്യത്ത് നിന്ന് വന്നേക്കണ അല്ലെങ്കിൽ മറ്റുള്ളൊരു സ്ഥലത്ത് നിന്ന് വന്നേക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ അവർ പറയും തിരിച്ചു പോകാനൊക്കെ ആയിട്ട് പറയും. ഒരുപാട് ചീത്തപ്പെട്ട അല്ലെങ്കിൽ ചീത്ത പേരുകളൊക്കെ അവരെ വിളിക്കും. പിന്നെ വൃത്തികെട്ട കുടിയേറ്റക്കാർ, പിന്നെ അഭയം തേടി വന്ന് അങ്ങനെ അഭയം തേടി വന്ന് നടക്കുന്ന എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ അവരൊരു റെഫ്യൂജി ആണ് എന്നുള്ളൊരു ആ ഒരു സന്മനസ്സോട് കൂടെ അവരെ അംഗീകരിക്കാണ്ട് അവരെ ഇങ്ങനെ കുറേ ചീത്ത വിളിച്ച് അവരവിടുന്ന് ഓടിക്കാനായിട്ടാണ് ആ നാട്ടിലെ ആൾക്കാരൊക്കെ ശ്രമിക്കുന്നുണ്ടാവുക. അവരുടെ രാജ്യം നശിപ്പിക്കാനായിട്ട് വന്ന ആൾക്കാരാണ് ഈ റെഫ്യൂജീസ് എന്നൊക്കെയാണ് അവരുടെ ഒരു കംപ്ലൈൻറ്റ് വരുന്നത്. പിന്നെ അവരുടെ രാജ്യം കൊള്ളയടിക്കാനാണ് ഈ റെഫ്യൂജീസ് വരുന്നത് എന്നൊക്കെ അവർ പറയും. അപ്പോൾ പിന്നെന്താ അവർ പറയുന്നത്, അഭയാർത്ഥികളെ നാറുന്നു, പിന്നെ സ്വന്തം രാജ്യത്തെ മുടിപ്പിച്ചിട്ട് മറ്റു രാജ്യങ്ങളെ മുടിപ്പിക്കാൻ ഇറങ്ങി തിരിച്ച ആൾക്കാരാണ് ഇവർ, അങ്ങനെ കുറേ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ പരിഹസിക്കും. പിന്നെന്തൊക്കെയാണ് പറയാം, ഒരുപാട് ഇങ്ങനെ ഒരാളുടെ നോട്ടം, നമുക്ക് ഓരോ നോട്ടത്തിൽ നിന്ന് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാമല്ലോ. അപ്പം അത്രയും വൃത്തിയായിട്ട രീതിക്കൊക്കെ അവരെ നോക്കും. അതൊക്കെ റെഫ്യൂജീസിന് സഹിക്കേണ്ടി വരും. അങ്ങനെ കയ്യും കാലൊക്കെ വെട്ടി കുറേ കഷ്ണങ്ങളൊക്കെ അയച്ച് തിരിച്ച് ജീവിക്കേണ്ട ആ ഒരു അവസ്ഥേനേക്കാളും നല്ലതല്ലേ ഈ പരിഹാസങ്ങളൊക്കെ കേട്ടും അങ്ങനെ ജീവിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ രാജ്യത്ത് ഇപ്പോൾ നിൽക്കുകയാണെങ്കിൽ അവിടെ ഈ യുദ്ധത്തിൻ്റെ ഇടയ്ക്കൊക്കെ അവരെ ഈ കുറേ അവരെ കയ്യും കാലൊക്കെ മുറിച്ച് ചിലപ്പോൾ ജീവൻ വരെ പോയിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ ജീവിക്കുന്നതിനേക്കാളും നല്ലതാണല്ലോ ഇവരുടെ പരിഹാസങ്ങളൊക്കെ കേട്ടിട്ടായാലും ഇവിടെ ജീവിക്കുന്നത് എന്നാണ് റെഫ്യൂജീസ് വിചാരിക്കുന്നത്. Or the words are more tender than 14 men between your legs, or the insults are easier to swallow than rubble, than bond, than your child body in pieces. I want to go home, but home is the mouth of a shark. Home is the barrel of the gun, and no one would leave home unless home chased you to the shore, unless home told you to quicken your legs, leave your clothes behind, crawl through the desert, wade through the oceans, drown, save, be hunger, beg, forget pride. Your survival is more important. ഒരു പെൺകുട്ടീനെ 14 പുരുഷന്മാർ കൂടിയിട്ട് റേപ്പ് ചെയ്യുന്നതിനേക്കാളും നല്ലതല്ലേ ഇത്തരം ഈ പരിഹാസങ്ങളൊക്കെ കേൾക്കുന്നത്. കല്ലും എല്ലും വിഴുങ്ങേണ്ട ആവശ്യമില്ല. നമ്മുടെ ശരീരമൊന്നും ഇങ്ങനെ വെട്ടി നുറുക്കി കിട്ടുന്നേക്കാളൊക്കെ ഭേദമാണ് ഈ മറ്റുള്ളവർ നമ്മളെ ഈ ഒരുമാതിരി നോക്കണതായാലും ഓരോന്ന് പറഞ്ഞ് പരിഹസിക്കുന്നതായാലും അതൊക്കെയാണ്. അങ്ങനത്തെ നമ്മളെ കൈയും കാലൊക്കെ വെട്ടി അരിഞ്ഞ് കിട്ടുന്നതിനേക്കാളും ഭേദമാണ് ഇങ്ങനെയാണ് ഈ റെഫ്യൂജീസ് വിചാരിക്കുന്നത്. എനിക്ക് വീട്ടിൽ പോകണം എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ വീടെന്താണ്, ഒരു സ്രാവിൻ്റെ വായയിലാണ്. വീട് ശരിക്കും പറഞ്ഞാൽ ഒരു തോക്കിൻ്റെ കുഴലാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ വീട് നമ്മളിങ്ങനെ ഓടിച്ചില്ലെങ്കിൽ വീട് വിട്ട് പോവില്ല. അപ്പോൾ തുണി പോലും എടുക്കാൻ സമ്മതിക്കാണ്ട് വീട് വിട്ട് പോകേണ്ട അവസ്ഥകളാണ് ഇവർക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ റെഫ്യൂജികൾക്ക് പലപ്പോഴും മരുഭൂമിയിലെ കൂടെ ഒക്കെ ഇങ്ങനെ എഴയേണ്ട വരെ വന്നിട്ടുണ്ട്. അപ്പോൾ സമൂഹങ്ങൾ ശരിക്കും അവരെ താങ്ങേണ്ട വരും. ഈ റെഫ്യൂജീസ് എന്ന് പറയുമ്പോൾ അവർ ചില സമയത്തൊക്കെ അവർ മുങ്ങി മരിക്കുന്നുണ്ട്, പിന്നെ വിശപ്പ് സഹിക്കുന്നുണ്ട്, പിന്നെ അവരുടെ അഭിമാനമൊക്കെ കൈവിട്ട് പോകുന്ന കുറേ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിക്ക് ജീവിച്ചവരായിരിക്കാം. പക്ഷേ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അവരുടെ വീട് വിട്ട് ഇറങ്ങേണ്ട അവസ്ഥയിൽ അവർക്ക് അവിടുന്ന് ഒരു തുണിയോ ഒന്നും എടുക്കാനായിട്ടുള്ള ഒരു സമയമോ അല്ലെങ്കിൽ എടുക്കാനൊന്നും പറ്റാണ്ട് ആ വീട് വിട്ട് ഇറങ്ങിയ ആൾക്കാരാണ്. അപ്പോൾ അവരുടെ അഭിമാനമൊക്കെ കൈവിട്ട് പോയിട്ട് അവർക്ക് ഭിക്ഷ യാചിക്കേണ്ട അവസ്ഥകൾ വന്നിട്ടുണ്ട്. കാരണം അവർക്ക് ജീവിക്കണ്ടേ, അവർക്കും ജീവിക്കണം. അങ്ങനത്തെ ഒരു കണ്ടീഷൻസ് ഒക്കെ റെഫ്യൂജീസിന് വന്നിട്ടുണ്ട്. No one leaves home until home is a sweetie voice in your ears saying, leave, run away from me now. I don't know what I have become, but I know that anywhere is safer than here. അപ്പോൾ വീട് എപ്പോഴും ഇങ്ങനെ നമ്മുടെ അടുത്ത് പുറത്തു പോകുമെന്ന് പറയുമ്പോഴാണ് ഒരാൾ വീട് വിട്ടു പോണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് ഇപ്പം അങ്ങനെ പറയേണ്ടതെന്നല്ലല്ലോ അവിടെ പറയുന്നത്. നമുക്ക് വീട്ടിൽ നിന്ന് പോകേണ്ട സിറ്റുവേഷൻസ് വരുന്നതിനെയാണ് പറയുന്നത്. വീട്ടിൽ നിന്ന് എന്തായാലും നമ്മൾ പോയേ പറ്റൂ എന്നുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് എന്തായാലും വീട് വിട്ട് പോയിട്ട് തന്നെ പറ്റുള്ളൂ. അപ്പോൾ വീട് വിട്ട് പോകാനായിട്ട് നമ്മളോട് ഇങ്ങനെ വീട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കറിയില്ല ഞാൻ എന്തായി തീർന്നു എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, വീടല്ലാത്ത മറ്റുള്ള ഏത് സ്ഥലങ്ങളിലും ഈ ഒരു പോയിന്റ് സുരക്ഷിതയാണ്, അല്ലെങ്കിൽ ഒരു റെഫ്യൂജി സുരക്ഷിതയാണ്. എന്തുകൊണ്ടാണ്? വീട്ടിലാണ് ഈ
പ്രശ്നങ്ങളൊക്കെ, ഇപ്പോൾ യുദ്ധത്തിൻ്റെ കാര്യമായാലും ഈ നമ്മളെ ഭീഷണിപ്പെടുത്തുന്ന ഓരോ കാര്യങ്ങളായാലും വീട്ടിലാണ്. പക്ഷെ വീട് വിട്ട് പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും അവിടെ സേഫ് ആണെന്നാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ സമ്മറിയിൽ പറയുന്നത്. ഈ ഒരു പോയത്തിൻ്റെ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ഹൂ അക്കോർഡിംഗ് ടു വോസൻഷയർ അലോൺ വിൽ ലീവ് ഹോം? അപ്പോൾ വോസൻഷയറിൻ്റെ അഭിപ്രായത്തിൽ ആരാണ് വീട് വിട്ടിറങ്ങി പോകുന്നത് എന്നാണ് ചോദിക്കുന്നത്. അക്കോർഡിംഗ് ടു വോസൻഷയർ ഓൺലി ദോസ് ഹൂസ് ഹോംസ് have become the mouth of a shark will leave home. You leave home when your home does not let you stay there. എന്താ പറയുന്നത്? സ്രാവിൻ്റെ വായായിട്ട് മാറുന്ന വീടുകളിൽ നിന്നാണ് ആൾക്കാർ പോകുന്നത്. അപ്പോൾ ഈ സ്രാവിൻ്റെ വായാന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓരോ അപകടങ്ങൾ വരുന്നത്, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ കാണിക്കാനാണ് സ്രാവിൻ്റെ വായാന്ന് ഇവിടെ പറയുന്നത്. നമ്മുടെ വീട് നമുക്ക് താമസിക്കാനായിട്ട് അനുവദിക്കണില്ല, അങ്ങനത്തെ ഒരു കണ്ടീഷൻ വരുമ്പോഴാണ് നമ്മൾ വീട് വിട്ട് ഇറങ്ങിപ്പോകുന്നത്. വാട്ട് ഈസ് ദ ബോയ് ഹൂം ദി പോയിറ്റ് വെന്റ് ടു സ്കൂൾ വിത്ത് ഡൂയിങ്? ഇപ്പോൾ കവിയുടെ കൂടെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരു ബോയുടെ കാര്യം ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എന്താണ് ആൾ ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ഹി ഈസ് നൗ എ സോൾജിയർ ആൻഡ് നൗ ഹി ഈസ് ഹോൾഡിംഗ് എ ഗൺ ബിഗർ ദാൻ ഹിസ് ബോഡി. It is interesting to note that his body had kissed the poet passionately behind the old tin factory. അപ്പോൾ അവനിപ്പോൾ എന്താണ്? ഒരു സോൾജിയറാണ്, ഒരു പട്ടാളക്കാരനാണ്. അവനേക്കാളും വലിയൊരു തോക്കും പിടിച്ചിട്ടാണ് അവൻ നടക്കുന്നത്. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അവന് നമ്മളെ പോയിറ്റിനെ പഴയൊരു ടിൻ ഫാക്ടറിയുടെ പുറകിൽ വെച്ചിട്ട് ചുംബിച്ചിട്ട് ഉള്ളത് അവളിങ്ങനെ ഓർക്കുകയാണ്. അതാണ് ഈ ഒരു വരിയിൽ, ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. വാട്ട് മേക്സ് വൺ പുട്ട് ഹെർ ചിൽഡ്രൻ ഇൻ എ ബോട്ട്? അപ്പോൾ എന്തുകൊണ്ടാണ് അവർ മക്കളെ ബോട്ടിൽ അയക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. One puts her children in a boat because she feels that water is safer than the land. On the land, in their homes, they are hunted, tormented and killed, and so she rightly feels that the ocean is safer as it will carry her children to safety. അപ്പോൾ അവരുടെ കുട്ടികൾ കരയിലുള്ളതിനേക്കാളും കൂടുതൽ സേഫ് ആയിട്ടുള്ളത് വെള്ളത്തിലാണ് അവർക്ക് തോന്നുന്ന സമയത്താണ് അവർ ബോട്ടിൽ കുട്ടികളെ അയക്കണത്. അപ്പോൾ കരയിൽ അവരുടെ സ്വന്തം വീട്ടിൽ അവർ ഇങ്ങനെ ഹണ്ട് ചെയ്യപ്പെടുകയാണല്ലോ, പിന്നെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, കൊല ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ സ്വന്തം വീട്ടിലത്തെ കാര്യമാണ് ഇതൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഈ ഓഷ്യനിൽ കുട്ടികൾ കുറച്ചും കൂടി സേഫാണ് എന്ന് അവിടുത്തെ അമ്മമാർ ചിന്തിക്കുന്നതിനുള്ള കാരണം അതാണെന്നാണ് പറയുന്നത്. എക്സ്പ്ലെയിൻ യു ഓൺലി ലീവ് ഹോം വെൻ ഹോം വോണ്ട് ലെറ്റ് യു സ്റ്റേ. ഇപ്പോൾ നമ്മുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാണ്. വീട് താമസിക്കാനായിട്ട് സമ്മതിക്കാത്തപ്പോഴാണല്ലോ നിങ്ങൾ വീട് വിട്ട് പോകുന്നത്, അതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫോർ ഓൾമോസ്റ്റ് ഓൾ പീപ്പിൾ ഹോം ഈസ് ദ സേഫസ്റ്റ് പ്ലേസ് വെർ വൺ ഫൈൻഡ്സ് ജോയ്, കമ്പാനിയൻഷിപ്പ് ആൻഡ് പ്രൊട്ടക്ഷൻ. ബട്ട് ഫോർ ദ റെഫ്യൂജീസ് ദെയർ ഹോം ഹാസ് ബിക്കം ദ മൗത്ത് ഓഫ് എ ഷാർക്ക്. ദസ് ഇറ്റ് ഈസ് ദ ഹോം ദാറ്റ് ഡസ് നോട്ട് അലോ ദം ടു സ്റ്റേ ദർ. അപ്പോൾ മിക്കവാറും ആൾക്കാർക്കൊക്കെ വീടാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ളൊരു പ്ലേസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീടാണെന്നാണ് മിക്കവരും പറയുക. പക്ഷേ അവിടെയാണ് അവർക്ക് എന്താ പറയുക, ഇങ്ങനെ സന്തോഷവും ഒരു സൗഹൃദവും എല്ലാം കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു സേഫായിട്ട് തോന്നുന്നത് എല്ലാം വീടാണ്. പക്ഷെ എന്താണ്, ഈ ഒരു റെഫ്യൂജീസിനെ സംബന്ധിച്ചെടുത്ത് നോക്കുകയാണെങ്കിൽ അവരുടെ വീട് എന്ന് പറയുന്നത് ഒരു സ്രാവിൻ്റെ വായയിൽ പെട്ട, അല്ലെങ്കിൽ സ്രാവിൻ്റെ വായയിലാണെന്നുള്ളൊരു അത്രയും അപകടകരമായിട്ടാണ് അവരുടെ വീട്. അവർക്ക് അത്രയും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതാണ് ഈ ഒരു എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. കമൻറ്റ് നോ വൺ ബേൺസ് ദെയർ പാംസ് അണ്ടർ ദ ട്രെയിൻസ്. അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ട്രെയിനിൻ്റെ അടിയിൽ കിടന്ന് ആരും കൈ പൊള്ളിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതെന്താണെന്നാണ് ചോദിക്കുന്നത്. ദ റെഫ്യൂജീസ് ഫ്ലീ ദെയർ ഹോംസ് ഇൻ ഓൾ പോസിബിൾ മാനേഴ്സ്. Some of them even risk their lives by traveling under the train compartments so that they are not seen and stopped. There is a terrible risk in such a travel. They have to hold tight to the metallic parts of the carriage to prevent them from falling down and thus they burn their palms. ഇപ്പോൾ റെഫ്യൂജീസിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അവർ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഓടിപ്പോകുന്ന ആൾക്കാരാണല്ലോ റെഫ്യൂജീസ് എന്ന് പറയുന്നത്. അപ്പോൾ മറ്റുള്ളവരിങ്ങനെ കണ്ടുപിടിക്കാണ്ട് ഇരിക്കാനായിട്ട് ചിലവരൊക്കെ എന്താണ് ട്രെയിനിൻ്റെ അടിയിലൊക്കെ കിടന്ന് യാത്ര ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ട്രെയിനിൻ്റെ അടിയിലൊക്കെ പൊത്തിപ്പിടിച്ചിരുന്ന് യാത്ര ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അത്തരം യാത്രകളൊക്കെ ഭയങ്കരമായിട്ടും അപകടങ്ങൾ ഉണ്ടാക്കുന്നതാണല്ലോ. പക്ഷെ താഴെ വീഴാണ്ടിരിക്കാനായിട്ട് അല്ലെങ്കിൽ വണ്ടിയുടെ അടിയിൽ അവർക്ക് ഇരിക്കാനായിട്ട് അവർ അവിടെ ട്രെയിനിൻ്റെ അടിയിൽ ഭയങ്കര ബലമായിട്ടൊക്കെ പിടിക്കേണ്ടി വരും. അങ്ങനെ അവരുടെ കൈ പൊള്ളുന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതൊന്നും ഒരാൾ ആഗ്രഹിക്കുന്നതല്ല. പക്ഷെ ഒരു റെഫ്യൂജി ആയതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യേണ്ട അവസ്ഥകൾ അവർക്ക് വരുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെൻ ഈസ് പ്രിസൺ എ സേഫ് പ്ലേസ്. അപ്പോൾ എപ്പോഴാണ് ജയിൽ കൂടുതലും സേഫ് ആയിട്ടുള്ളൊരു പ്ലേസ് ആയി മാറുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചിട്ടുള്ളത്.
A prison is a safer place when the city is on fire and truckloads of men are looking for you to kill you. There is a lot of violence in the home country of the refugees because of poverty, war of religious, ethnic or tribal differences. Then no one feels safe there. In such circumstances, a prison is a safer place. അപ്പോൾ ഈ പ്രിസൺ എന്ന് പറയുന്ന ഒരു സിറ്റി, ഇങ്ങനെ സിറ്റിയിൽ നിന്ന് കത്തുമ്പോഴും അതുപോലെ ട്രക്ക് നിറച്ച ആൾക്കാർ നിങ്ങൾ നോക്കി നടക്കുമ്പോഴൊക്കെയാണ് ജയില് നമുക്ക് ഏറ്റവും എന്താ പറയുക സേഫായിട്ട് തോന്നുന്നത്. ഇപ്പോൾ നമ്മുടെ പോവർട്ടി, ദാരിദ്ര്യം, അതുപോലെ യുദ്ധം, പിന്നെ റിലീജിയസ് ആയിട്ടുള്ള യുദ്ധങ്ങൾ, നമ്മുടെ ഒരു വംശം, അതുപോലെ മതം, അതൊക്കെ നോക്കിയിട്ടുള്ള ഓരോ യുദ്ധങ്ങളില്ലേ, അതുപോലെ നമ്മുടെ രാജ്യങ്ങളിൽ തന്നെ നമുക്കെതിരെയുള്ള അക്രമങ്ങൾ ഒക്കെ വരുമ്പോൾ നമ്മളെന്താണ് അവിടെ ഒട്ടും സേഫ് അല്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോഴാണ് ജയിലാണ് കൂടുതൽ സേഫ് ആയിട്ടുള്ളത് എന്ന് റെഫ്യൂജീസിന് തോന്നും. എക്സ്പ്ലെയിൻ 14 men between your legs. അടുത്തത് എന്താണ്, നമ്മുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങളുടെ കാലിൻ്റെ ഇടയിൽ 14 പുരുഷന്മാർ, അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. This is another way of saying that a girl or woman is sexually abused by a gang of men. When a country is in a state of violence, there is no law and order, and no girl or woman will be safe as she can be raped by anybody. Sometimes there are also gang rapes. Here we have an example of a gang rape, 14 males and 1 female. അപ്പോൾ ഈ ഒരു കാര്യം എന്താണ് നമ്മുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, ഒരു പെൺകുട്ടീനെ അല്ലെങ്കിൽ ഒരു സ്ത്രീനെയോ കുറേ പേര് ചേർന്നിട്ട് സെക്ഷുവലി ലൈംഗികമായിട്ട് അതിക്രമിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അതിനെയാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഒരു രാജ്യത്ത് ഇങ്ങനെ ഓരോ അക്രമങ്ങൾ ഇങ്ങനെ നടക്കുന്ന സമയത്ത് അവിടെ നിയമമൊന്നും നോക്കില്ല. അപ്പോൾ എന്താണ്, അവിടെ ഒരു പെണ്ണും സുരക്ഷിതയല്ല എന്നാണ് പറയുന്നത്. പലപ്പോഴും അവരിങ്ങനെ കൂട്ടബലാത്സംഗത്തിനൊക്കെ ഇരയാവേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നമ്മൾ കാണുന്നത് 14 പേര് ചേർന്നിട്ട് ഒരു സ്ത്രീനെ കൂട്ടബലാത്സംഗം ചെയ്യുന്നതാണ് നമ്മൾ ഈ ഒരു പോയത്തിൽ കാണുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു പോയത്തിൻ്റെ മെയിൻ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇത് മെയിനായിട്ട് പറയുന്നത് ഒരു റെഫ്യൂജീൻ്റെ കാര്യങ്ങളൊക്കെയാണ്. റെഫ്യൂജീസ് എങ്ങനെയൊക്കെയാണ് അവരുടെ വീട് അവർക്കൊരു സ്രാവിനെ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അവരൊട്ടും സേഫ് അല്ല. അവർക്ക് വേറൊരു രാജ്യത്തേക്ക് ചെന്ന് കയറുമ്പോൾ അവിടുത്തെ പ്രശ്നങ്ങളാണ് അവർ പറയുന്നത്. ഒട്ടും സേഫ് അല്ലാണ്ട് വേറൊരു രാജ്യത്ത് ചെന്ന് കയറുമ്പോൾ അവർ അത്രയും വൃത്തികെട്ടവരായിട്ടും അല്ലെങ്കിൽ ആ ഒരു രാജ്യത്തിനെ നശിപ്പിക്കാൻ വന്ന ആൾക്കാരൊക്കെ ആയിട്ടാണ് കാണുക. പക്ഷെ എന്നാലും കുഴപ്പമില്ല, അവർക്ക് അവരുടെ ജീവൻ തിരിച്ചു കിട്ടിയാലോ, അല്ലെങ്കിൽ കയ്യും കാലൊന്നും മുറിഞ്ഞു പോകാണ്ട് അവരെ തന്നെ തിരിച്ചു കിട്ടിയാലോ എന്നുള്ളൊരു സമാധാനമാണ് റെഫ്യൂജീസിന് ഉണ്ടാവുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്തിടുക. പിന്നെ ഇതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ റിവിഷൻ ശ്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ട് ഉണ്ട്, അതിൽ നമ്മൾ നോട്ട്സ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്